ഹലോ നമസ്കാരം. 3rd June 2022 ഈ ഡേറ്റിൽ ICI ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് അബൌട്ട് ന്യൂ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ന്യൂ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ CA കോഴ്സിനെ പറ്റിയുള്ള ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അവരൊരു പ്രപ്പോസൽ ഇറക്കിയിട്ടുള്ളത് ICIയുടെ റിവ്യൂ ഓഫ് കമ്മിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈ പറഞ്ഞ് പുതിയ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലുള്ള കുറേ ചേഞ്ചസിനെ പറ്റിയുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് അവർ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ CA സ്റ്റുഡൻസിനും CA ആസ്പിരൻസിനും ഇതിനെപ്പറ്റി ധാരാളം ചോദ്യങ്ങളും കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെന്തി ആയിരിക്കും. എന്തായാലും നിങ്ങൾ എൻഡ് വരെ ഇതിനെ കാണുക. So if you're watching this video for first time, this is Amit, your friend on the channel ComradeCA, and there are a lot of videos on CA preparation tips, basic finance videos and motivational videos on this channel. If you're here for the first time, do subscribe to the channel ComradeCA, and as well as if you like these kind of relevant videos, do like button and also share with everyone. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടേക്ക് കിടക്കാം. Maybe I'll not show my face because there are many things to be presented in the video with regarding to what are the proposed ones and what is the existing ones. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് ഓരോ സ്റ്റേജുമായിട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CA കോഴ്സ് പുതിയ CA കോഴ്സിൻ്റെ ആവശ്യം എന്താണ് വന്നതെന്നുള്ളത്. പണ്ട് ഇത് റിവൈസ് ആയിട്ടുള്ളത് 2017 അതിനു മുന്നേ 2006 ഈ 2017 ശേഷം ഈ 2022 ഇത്രയും പെട്ടെന്നൊരു ചേഞ്ചസ് വരാനുള്ള വലിയൊരു കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത്, എവിടെ, എങ്ങനെ, എന്തൊക്കെ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. മേ ബി ദ CA കോഴ്സ് ഈസ് ഗെറ്റിംഗ് ലെന്തി ബിക്കോസ് ആർട്ടിക്കൽഷിപ്പിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയിൻ പോയിന്റ് ഓഫ് ആർട്ടിക്കൽഷിപ്പും ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആസ് വെൽ ആസ് CA മെമ്പർ ആയി കഴിഞ്ഞിട്ടുള്ള CA പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും ഈ വീഡിയോയുടെ എൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So in today's video I am going to tell you in detail about the new CA course. Okay, first of all എന്തായാലും ഇത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രപ്പോസ്ഡ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപ്പോസൽ ഫൈനൽ ആയിട്ടില്ല, ജസ്റ്റ് ഒരു പ്രപ്പോസൽ സ്റ്റേജിലാണ്. ഇതിനകത്ത് ഇനിയും കുറേ ചേഞ്ചസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫൈനലൈസ്ഡ് വീഡിയോ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറച്ചുകൂടി ടൈം എടുക്കും. അതുകൊണ്ട് 3rd June ശേഷം ഇന്ന് വരെയായിട്ട് അതൊരു ഫൈനലൈസ് ആയിട്ടില്ല. ഇറ്റ് ഈസ് ഓപ്പൺ സ്റ്റിൽ ഫോർ എ ഡിസ്കഷൻ ആൻഡ് ദേ ആർ വെൽക്കമിങ് സജഷൻസ് ഫ്രം ദ ജനറൽ പബ്ലിക്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സജഷൻസ് ആണ്, കമൻസ് ഫ്രം ദ പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് എഫക്റ്റഡ്. ഇതിനായിട്ട് ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പുതിയ CA കോഴ്സ് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു കമൻറ്റ് അവർ എവേറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻ എന്തായാലും കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഇഫ് യു വാണ്ട് ഐ വിൽ പുട്ട് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ഓൺലൈൻ ഫോർ യുവർ ഓൺലൈൻ ഫീഡ്ബാക്ക് ഫോം. ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള ഫോം ഒന്നുമല്ല, ഇറ്റ് ഇസ് ഫോർ ദി ICI ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ ICIയുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് കാണാവുന്നതാണ്. ബട്ട് ഐ എം ജസ്റ്റ് പുള്ളിങ് ദാറ്റ് ലിങ്ക് ആൻഡ് sharing it on my description below of my video, so where you can also get into and give your suggestion comments in the form. Okay, first, why new CA course? അപ്പോൾ എന്താണ് ഈ പുതിയ CA കോഴ്സ്, എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ബിക്കോസ് ICI thought of new CA course and പുതിയ ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവരാനുള്ള എന്താണ് കാരണം? ആദ്യത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they want to make the CA curriculum relevant internationally. ഇന്റർനാഷണൽ ലെവലിൽ വരെ റിലവൻ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യം ഇന്റർനാഷണലി റിലവൻ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണലി എന്ന് വെച്ചാൽ യൂറോപ്പ് ആൻഡ് മേ ബി അമേരിക്കൻ ഇതിൻ്റെയോ സ്റ്റാൻഡേർഡ്സിൻ്റെയോ പറ്റിയുള്ള ഡിസ്കഷൻ അല്ല. ബിക്കോസ് ഇന്ന് വരുന്ന ഓരോ പുതിയുള്ള മാറ്റങ്ങളും ചേഞ്ചസിനും അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിക്ക് ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഈ ഇന്റർനാഷണലി റിലവൻ്റ് ആക്കണം എന്നുള്ള ഒരു ഡിസിഷൻ അവർ എത്തിയത്. ബിഫോർ ദാറ്റ് CA, if you're clearing CA, you can do work anywhere in India, anywhere you can do a job or practice as well. But going abroad, still you have some ചില സ്ഥലത്ത് ഇത് റിലവൻ്റ് അല്ല. മീൻസ് റിലവൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CAയുടെ ഒപ്പം തന്നെ ആ രാജ്യത്തിലെയും എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണ്ടി വരും പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, സോ യു കനോട്ട് ഗോ ഡയറക്ട്ലി ഗോ ആൻഡ് വർക്ക് ദെയർ.
സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ്റർനാഷണൽ കരിക്കുലമിൽ തന്നെ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പെടുത്തി. അതിനുശേഷം നമ്മൾ ഇത് CA ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ വർക്ക് എനിവെയർ. സോ നെക്സ്റ്റ് തിങ് അവർ എംഫസിസ് ചെയ്തിട്ടുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ബിക്കോസ് നമുക്കിപ്പോൾ ചുറ്റും കാണാം എല്ലാ ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം ബൂമിംഗ് ആണ്. Now, every nook and corner you can see it's playing a big role. Who is playing a big role? IT. അല്ലേ, എന്ത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമേഷനും ഇതും ഒക്കെ IT ആണ് കൊണ്ടുവരുന്നത്. അപ്പം സോ ഇൻ ദിസ് കരിക്കുലം ദേ ആർ ഫോക്കസിങ് മോർ ഓൺ IT ദാൻ ഏർലിയർ. ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലൈക്ക് യു ക്യാൻ ഗോ ഇൻ ഡെപ്ത് നൗ. മൂന്നാമത്തെ കാര്യം, പിന്നെ സിയുടെ റോള് ഈ കരിക്കുലത്തിന് ശേഷം ഇനിയും ഡൈവേഴ്സിഫൈ ആവുക ചെയ്യുക. So after becoming a CA, you can get work in different role എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ജോബ് പ്രൊഫൈൽ. ഇപ്പോൾ ചില ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതൊരു IT ഓറിയൻറ്റഡ് ജോബാണ്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ജോബാണ് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ഇനി അതൊക്കെ ഓപ്പൺ ചെയ്ത് വരികയാണ്. ടെക്നോളജി ഓഫീസേഴ്സും അങ്ങനെയുള്ള കുറേ ജോബ് പ്രൊഫൈൽ വരുന്നുണ്ട്. അപ്പോൾ ഹാർഡ് കോർ അല്ല, യു ക്യാൻ ജസ്റ്റ് എക്സ്പ്ലോർ സച്ച് വർക്ക്. സോ യു വിൽ ഗെറ്റ് ടു വർക്ക് ഓൺ മെനി തിങ്സ്. ഓക്കെ, ഇപ്പോൾ IT പരമായിട്ടുള്ള മാത്രമല്ല, ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. So you can get to explore many new things. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ബിക്കോസ് ലൈക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്നപ്പം അതിനകത്ത് ഈ ഈയിടെ ഒരു IIA പറ്റിയൊരു ഒരു ബോഡി സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പാർലമെൻറ്റ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ICAക്ക് മാത്രമുള്ളൊരു മോണോപോളിയായിരുന്നു ഈ അക്കൗണ്ടിങ് ഫീൽഡ്. അപ്പോൾ IIA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ഇതിനെ ചാലഞ്ച് ചെയ്തു. ICAയുടെ അക്കൗണ്ടിങ് ബോഡിനെ ചാലഞ്ച് ചെയ്തിട്ട് അവർ ഒരു പുതിയ അക്കൗണ്ടിങ് ഫീൽഡിനകത്ത് മോണോപോളി ഇല്ലാതെ അവരും അതിനൊരു പ്രാക്ടീസ് കൊണ്ടുവരും എന്നുള്ള ഒരു ചാലഞ്ച് വന്നിരുന്നു. അപ്പം അതിനിപ്പോൾ വരുമോ ഇല്ലയോ, നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, മീൻസ് ICAക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് വരുമോ, അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. ബിക്കോസ് അതൊരു പ്രപ്പോസലായിട്ട് അതും അവിടെ ഒരു കോർണറിൽ കടന്നു. പക്ഷേങ്കിൽ ICA ആ ചാലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനകത്ത് അവർ തയ്യാറെടുപ്പ് എടുക്കുകയാണ്, ലൈക്ക് ടു ഗെറ്റ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ മാത്രമല്ല, അക്കൗണ്ടിങ്ങിൽ വളരെയധികം പോയിസ്ഡായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഈ പറഞ്ഞ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിനകത്ത് പോകാനുള്ള തീരുമാനം വന്നിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതൊരു പ്രപ്പോസലാണ്. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പിന്നെ നാഷണൽ വൈസ് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പം CA ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു എക്സാംസ് കണ്ടക്ട് ചെയ്യാനും അറേഞ്ച്മെന്റ്സ് ചെയ്യാനും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും ഇനി വരരുത്, അല്ലെങ്കിൽ ഇനി ഇൻസിഡൻസ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റേഴ്സ്, ഞാൻ പറഞ്ഞ ഈ IIA കാര്യങ്ങളും കൂടി മാർക്കപ്പ് ചെയ്യാൻ വേണ്ടി, അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടി ഒന്ന് മാർക്കപ്പ് ചെയ്യാൻ വേണ്ടി, മീൻസ് അവർ അതിനുമായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രിപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കിനി നോക്കാം, ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ CA കോഴ്സ്. ഹൈ ലെവൽ ഡിസ്കഷനിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് പേപ്പേഴ്സ്, നമ്മളെ സബ്ജക്റ്റ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതാണ് ഫസ്റ്റ് ഡിസ്കഷൻ. സെക്കൻഡ് ഈസ് രജിസ്ട്രേഷൻ ആൻഡ് എക്സാമിനേഷൻ ക്രൈറ്റീരിയ. മൂന്നാമത്തത് പാസിംഗ് ആൻഡ് എക്സംഷൻ ക്രൈറ്റീരിയ. നാലാമത്തത് ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് ആൻഡ് എ മേജർ ചേഞ്ച് ദാറ്റ് ഇസ് ഗോയിങ് ടു കം. വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഇൻ ദി എൻഡ് ഓഫ് ദ വീഡിയോ. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം കാര്യമാണ്. ആൻഡ് ഫിഫ്ത്ത് ഇസ് ദ കൈൻഡ് ഓഫ് എക്സിറ്റ് റൂട്ട്. ബിക്കോസ് എക്സിറ്റ് റൂട്ടിനെ പറ്റിയുള്ള ഡിസ്കഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ലൈക്ക് 3 വർഷത്തെ ഡിഗ്രി ആണെന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു, നിങ്ങളുടെ അടുത്തൊരു സർട്ടിഫിക്കേഷനോ കാര്യങ്ങളും ഇല്ല. അപ്പം അതുപോലത്തെ ഒരു എക്സിറ്റ് റൂട്ട് ഇവിടെ CA കോഴ്സിൽ ആദ്യമായിട്ടാണ് സംസാരം വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ സ്റ്റേ ട്യൂൺ ടു ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സബ്ജക്ട് പേപ്പേഴ്സ്. അപ്പോൾ ഇതിനകത്ത് കുറേ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഓവർവ്യൂയിലൂടെ പോവാം. ആദ്യം എക്സിസ്റ്റിംഗ് CA കോഴ്സിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊപ്പോസലിന് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫൗണ്ടേഷൻ പരമായിട്ട് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഫൗണ്ടേഷനിൽ 4 പേപ്പറുണ്ട്, ഇപ്പോഴും 4 പേപ്പർ തന്നെയാണ് ഉള്ളത്. പ്രൊപ്പോസലിലും 4 പേപ്പർ ഉള്ളത്. ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 4 പേപ്പേഴ്സ്, ഗ്രൂപ്പ് 2 4 പേപ്പേഴ്സ്. ഇന്റർമീഡിയറ്റിൽ 3 പേപ്പേഴ്സ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പ് 2 3 പേപ്പേഴ്സ്. ഫൈനലിൽ 4 പേപ്പേഴ്സും ഗ്രൂപ്പ് 2 4 പേപ്പേഴ്സ്. ഇതാണ് എക്സിസ്റ്റിംഗ് ഉള്ളത്. പക്ഷേ എങ്കിൽ പ്രപ്പോസലിൽ വന്നിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് സെൽഫ് പേസ്ഡ് മൊഡ്യൂൾ, ഒരു
സെൽഫ് പേസ് മൊഡ്യൂൾ. സെൽഫ് പേസ് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം. പക്ഷേ ചെറിയ രീതിക്ക് പറയുമ്പോൾ ഈ കോഴ്സ, ഗൂഗിൾ, ലിങ്ക്ഡിൻ ഇതിനകത്തൊക്കെ നമ്മൾ ഓൺലൈൻ പരമായിട്ട് ഓരോ കോഴ്സ് പഠിച്ചെടുക്കുന്നില്ലേ, എന്നിട്ട് അതിൻ്റെ ചില ടെസ്റ്റൊക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻ കിട്ടുന്ന പോലെ അതുപോലെയുള്ള കോഴ്സുകളാണ്. അപ്പം മേ ബി ഇറ്റ് ക്യാൻ ഹാപ്പൻ ലൈക്ക് ഏതെങ്കിലും നമ്മുടെ സബ്ജക്ട്സിനെ കട്ട് ഓഫ് ചെയ്തിട്ട് ഈ സെൽഫ് പേസ് മൊഡ്യൂളിൽ ഇട്ടിട്ടുണ്ടാവണം, അങ്ങനെയും ആവാം. അപ്പം പിന്നെ ഫൈനലിനകത്തും 3 പേപ്പേഴ്സ് ആണ്. അപ്പം നിലവിൽ 4 പേപ്പേഴ്സ് ആണുള്ളത്. ഇപ്പം 3 പേപ്പേഴ്സിലോട്ടേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത്. സെൽഫ് പേസ് മൊഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിസ്കസിൽ പിന്നീടൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ CA ഫൗണ്ടേഷനിലെ സബ്ജക്ട്സ് നമുക്ക് എടുക്കാം. പ്രപ്പോസ്ഡിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വയ്ക്കുന്നു, കറണ്ട് സബ്ജക്ട്സ് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. പ്രപ്പോസ്ഡിൽ നമുക്ക് 4 പേപ്പറാണുള്ളത്. അക്കൗണ്ടിങ്, ബിസിനസ് ലോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബിസിനസ് മാത്സ്, ലോജിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണുള്ളത്. 4th വൺ ഈസ് ബിസിനസ് എക്കണോമിക്സ്. കറണ്ടിലോ അതിൻ്റെ പേരുകളൊക്കെ കുറച്ച് മാറ്റി തന്നെ അതേപോലെ തന്നെ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ജസ്റ്റ് ബിസിനസ് ലോ കറസ്പോണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് അവിടെയാണ് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. സോ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഫ്രം കറണ്ട് BCR BCQ അതിന് റിമൂവ് ചെയ്തിട്ട് CA ഫൗണ്ടേഷനിൽ എടുത്തു കളഞ്ഞു. പക്ഷേങ്കിൽ അത് മേ ബി CA ഇൻ്റർമീഡിയറ്റിലോ ഫൈനലിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവണം. അപ്പോൾ അതിന് ഇനി CA ഫൗണ്ടേഷനിൽ പഠിക്കേണ്ട ആവശ്യമില്ല, BCR ആൻഡ് BCQ. ഇനി നമുക്ക് CA ഇൻ്റർമീഡിയറ്റിലോട്ടേക്ക് പോകും. CA ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 6 പേപ്പേഴ്സ് ആയിരുന്നു ആദ്യം. 8 പേപ്പേഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം 6 പേപ്പേഴ്സിലേക്ക് വന്നു. നൗ ഈ 6 പേപ്പേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 3 പേപ്പേഴ്സ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 3 പേപ്പേഴ്സ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രപ്പോസ്ഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, കറണ്ടിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ടിൽ എന്തൊക്കെയാണുള്ളത്? അക്കൗണ്ടിങ്, അഡ്വാൻസ് അക്കൗണ്ടിങ്. ഇവിടെ കൊണ്ട് 1, 5, 2 എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബിക്കോസ് ആ ചാപ്റ്റേഴ്സ് അതെങ്ങനെയായിരുന്നു, ചാപ്റ്റർ 1, ചാപ്റ്റർ 5 എന്നുള്ളത് പോലെയായിരുന്നു. അതിനെ മിക്സ് ചെയ്തിട്ട് ഇപ്പം എങ്ങോട്ടേക്കാണ് പ്രപ്പോസ്ഡ് അഡ്വാൻസ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഇതിലേക്ക് അതിനെ ക്ലബ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ഉള്ളത് അതിനെ എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ കോർപ്പറേറ്റ് ലോ മാത്രമാണ്. ഓക്കെ, അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതർ ലോ എടുത്തു കളഞ്ഞിട്ടാണുള്ളത്. പിന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെയിം ആണ്, ടാക്സേഷൻ സെയിം ആണ്. ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ്, കോഡ് ഓഫ് എത്തിക്സ് എടുത്തു കളഞ്ഞത് കൊണ്ടുവന്നുള്ളതല്ല, അതിന് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് എത്തിക്സിനെ പറ്റിയൊക്കെ. പിന്നെ 7th ചാപ്റ്റർ ദാറ്റ് ഇസ് എന്റർപ്രൈസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് ദിസ് വൺ ഫൈനൽ മാനേജ്മെന്റ് ചാപ്റ്റേഴ്സിന് ക്ലബ് ചെയ്ത് 50 മാർക്സ് ഉള്ളതിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് ക്ലബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചില ക്ലബിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഈ പറഞ്ഞ 6 പേപ്പേഴ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 2 പേപ്പർ ഓഫ് അക്കൗണ്ടിങ് ആദ്യത്തെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിനെ ക്ലബ് ചെയ്തിട്ട് അഡ്വാൻസ് അക്കൗണ്ടിങ്ങിൽ കൊണ്ടുവന്നു. 7th and 8th ലാസ്റ്റിലത്തെ 7th and 8th ക്ലബ് ചെയ്തിട്ട് അതിനൊരു 6th പേപ്പറിലേക്ക് 2 പാർട്സ് 50 മാർക്സ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് 50 മാർക്സിൽ കൊണ്ടുവന്നു. സോ വാട്ട് എവർ സബ്ജക്ട് അവർ റിമൂവ് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ എടുത്തിട്ട് എവിടെ ഇട്ടത്? അത് സെൽഫ് പേസ് ഓൺലൈൻ മൊഡ്യൂളിലേക്ക് കൊണ്ടുവന്നിട്ടാണുള്ളത്. ഓക്കെ, അവിടെയാണ് പഠിക്കുന്നത്. നൗ ഇൻ CA ഫൈനലിലേക്ക് പോകും. CA ഫൈനലിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ 6 പേപ്പറാണ് കാണാൻ പറ്റുന്നത്. ആദ്യം 8 പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 6 പേപ്പർ നമുക്കറിയുന്ന പോലെ തന്നെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 3 പേപ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പേപ്പേഴ്സാണ് റിമൂവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രപ്പോസലിൽ ഞാൻ ലെഫ്റ്റിൽ വെച്ചിട്ടുണ്ട്, കറണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുള്ളത്. കറണ്ടിൽ നമുക്ക് നോക്കാം ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണുള്ളത്. സെക്കൻഡിൽ നമുക്ക് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ് ഓഡിറ്റിംഗ്, പ്രൊഫഷണൽ എത്തിക്സ്, corporate economic laws, strategy, cost management, performance evaluation, direct tax and direct tax. Okay. പ്രപ്പോസ്ഡിലേക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അഡ്വാൻസ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ് ഓഡിറ്റിംഗ്, പിന്നെ സെൽഫ് പ്ലേസ് മൊഡ്യൂൾ. അതൊരു മാൻഡേറ്ററി മൊഡ്യൂൾ ആയിരിക്കും അതിനകത്ത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡയറക്റ്റ് ടാക്സ് ലോസ്. ഓക്കെ, സോ അങ്ങനെ പ്രപ്പോസ്ഡിനകത്ത് കറണ്ടിനകത്ത് ഇനിയും കാര്യങ്ങളുണ്ട്, ലൈക്ക് എലക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, മേ ബി ഐ ജസ്റ്റ് പോസ് ദർ ബിക്കോസ് ന്യൂ കോഴ്സിൻ്റെ സമയത്ത് നമുക്ക് എലക്റ്റീവ്സ് ഉണ്ട്. ലൈക്ക് 6 പേപ്പേഴ്സ് തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് ചെയ്യേണ്ടത്. ലൈക്ക് റിസ്ക് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽസ്, ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ, എക്കണോമിക് ലോസ്, ഗ്ലോബൽ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഔട്ട് ഓഫ് ദിസ് വൺ.
നൗ പ്രപ്പോസ് ഇതിനകത്തും സെയിം അതേപോലെ തന്നെയാണ് പോകുന്നത്. കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് ഇതൊക്കെ ഉള്ളത്. നൗ കോർപ്പറേറ്റ് എക്കണോമിക് വാസ് സ്ട്രാറ്റജിക് ഈസ് ഗോയിങ് ടു ബി സെൽഫ് ബേസ്ഡ് ലൈക്ക് ഞാനിവിടെ കോർപ്പറേറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് കോളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ് എന്ന് പറഞ്ഞാൽ 4th ഇതിനെ എടുത്തിട്ട് അതിനെ സെൽഫ് ബേസിലേക്ക് ഇട്ടു. ആൻഡ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്നുള്ള ആ ടോപ്പിക്കിനെ എടുത്തിട്ട് സെൽഫ് ബേസിൻ്റെ അകത്ത് ഇട്ടു. അതാണ് ചെയ്തിട്ടുള്ളത്. നൗ കമ്മിങ് ടു സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ. അപ്പം CA ഫൈനലിൽ ഇത്ര ചില ചേഞ്ചസേ ചെയ്തിട്ടുള്ളൂ. മീൻസ് 2 പേപ്പറിന് എടുത്തിട്ട് നേരെ അവർ സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളിലാക്കി. എന്നിട്ട് ഇതിനെ ടോട്ടൽ 6 ഇതിനകത്ത് ക്ലബ് ചെയ്തിട്ടുള്ളത്. 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 6 പേപ്പേഴ്സിനെ കാണാം. സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ? സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് ക്യാൻ ലേൺ ആൻഡ് ക്വാളിഫൈ അറ്റ് ദെയർ ഓൺ പേസ്. അവർക്ക് അവരുടേതായ ആ സമയത്തിൽ, എത്രയും സമയത്തിലുള്ള ഒരു പറഞ്ഞ സമയം ഉണ്ടാവണം, ആ സമയത്തിൻ്റെ ഉള്ളിൽ പതുക്കെ ഓരോ ദിവസം ഓരോ ആഴ്ചകളോളോ അല്ലെ എത്ര മാസങ്ങളോളോ എടുത്തിട്ട് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ. അപ്പോൾ എപ്പോഴാണ് ഈ സമയമുള്ളത്? അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ആ സമയം? ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ബിഫോർ ഫൈനൽ എക്സാമിനേഷൻ. അപ്പോൾ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള ആ ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ടൈം പീരീഡിലാണ് ഈ സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഈ മൊഡ്യൂൾ എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ ഡിസിഷനും നിങ്ങൾക്ക് എടുക്കും. അതുകൊണ്ടാണ് ഇത് സെൽഫ് ബേസ്ഡ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈനലിലേക്ക് കിടക്കുന്നതിന് മുന്നേ 4 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 4 ചാപ്റ്റേഴ്സ് തന്നെയാണ് എവിടെയെങ്കിലും അവരുടെ ഉള്ളിൽ ക്ലബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കോഴ്സിലും ഈ പറഞ്ഞ ലിങ്ക്ഡിനിലും ഒക്കെ നമ്മൾ ഈ ഓൺലൈൻ മൊഡ്യൂൾസ് പഠിക്കുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ രീതിയിലൂടെ തന്നെയാണ് പഠിക്കേണ്ടത്. സിമ്പിളാണ്, പക്ഷേ അതിനകത്തും ടെസ്റ്റും കാര്യങ്ങൾ അസസ്മെൻ്റൊക്കെ കാണും. അപ്പം നമുക്ക് നമ്മളെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ട് വേണം അതിനെ ക്ലിയർ ചെയ്യുന്നത് വളരെയധികം കമ്പൽസറി ആണ്. സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് 4 സെറ്റായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി ആൻഡ് സെറ്റ് ഡി. ഓക്കെ, സെറ്റ് എ കമ്പൽസറിയാണ്, സെറ്റ് ബിയും കമ്പൽസറിയാണ്. സെറ്റ് സിയിൽ ഏതെങ്കിലും ഒന്ന്, നമ്മളെ എലക്റ്റീവ്സ് പോലെ തന്നെ സെറ്റ് സി ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, സ്പെഷ്യലൈസേഷൻ ആണ്. സെറ്റ് ഡി അതിനകത്ത് പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. സെറ്റ് എ കമ്പൽസറി ആയിട്ടുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, പിന്നെ എക്കണോമിക് ലോസും ഇൻസോൾവൻസി, പ്രിവെൻഷൻ ആൻഡ് മണി ലോണ്ടറിങ്, കോമ്പറ്റേറ്റീവ് ആക്ട്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കമ്പൽസറി ആണ് ക്ലിയർ ചെയ്യാൻ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കുറേ കൂടി നമ്മൾ ലോയിലുള്ള കുറേ കാര്യങ്ങൾ, അതർ ലോസ് ഉള്ളത് അവിടെ നിന്ന് എടുത്തു കളഞ്ഞത് ഒക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെറ്റ് ബി കമ്പൽസറി ആണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്ട്രാറ്റജിക് ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ് ഉള്ളത് അതിനെ എടുത്തിട്ട് സെറ്റ് ബിയിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഓക്കെ, ഫൈൻ ഉള്ളത് ഇവിടെ കൊണ്ടുവന്നു. സെറ്റ് സിയിലുള്ള നമ്മൾ എലക്റ്റീവ്സിൽ കണ്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇവിടെയുണ്ട്, റിസ്ക് മാനേജ്മെന്റ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് ഫോറൻസിക് ഓഡിറ്റ്, അങ്ങനെ പുതിയ കാര്യങ്ങളാണ്. വാല്യുവേഷൻ പുതിയ കാര്യമല്ല. ഇതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് എക്സ്പീരിയൻസിൽ തട്ടിമുട്ടി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പിന്നീടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒരു ആസ് എ CA ഫൈനൽ ക്ലിയർ ചെയ്തതിന് ശേഷം വെൻ യു ഗോ ഔട്ട് സൈഡ് യു ഹാവ് റിസ്ക് മാനേജ്മെൻറ്റിലുണ്ട് ജോലി, വാല്യുവേഷനിലുണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റിലുണ്ട്, ഇൻ്റർനാഷണൽ ടാക്സേഷനിലുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്നിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു യു ക്യാൻ ഡിസൈഡ് യുവർ കരിയർ ഓൺ ദാറ്റ് ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്സിഡൻ്റലി കിട്ടിയതിന് ശേഷം പിന്നെ അതിനെ നമ്മൾ നർച്ചർ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഇക്വിറ്റി മാർക്കറ്റോ അതിനകത്ത് എവിടെയെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിൽ എങ്ങോട്ടെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അത്തരമുള്ള ഒരു നമുക്ക് എലക്റ്റീവ്സിലൂടെ ചൂസ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പം ഈ പുതിയ CA കോഴ്സിൽ ഇവർ കാണിക്കുന്നത്. സെറ്റ് ഡീൽ അതേപോലെ തന്നെ നോക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒക്കെ എവിടെയെങ്കിലും പറയാം. പണ്ട് സിവിക്സിലായിട്ട് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വേറൊന്നും പഠിച്ചിട്ടില്ല.
അപ്പോൾ അതിനുള്ള ഒരു അവസരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഡീലിൽ കാണുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ പറഞ്ഞുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് സൈക്കോളജി, സെൽഫ് അവയർനെസ്, സൈക്കോളജി ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടോ ചാപ്റ്റർ സബ്ജക്റ്റ് എവിടെയെങ്കിലും? നമ്മൾ BA എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സെൽഫ് സൈക്കോളജി പഠിക്കാനുണ്ട്. പിന്നെ മേ ബി ഇൻ ദ ഡിഗ്രി ചെയ്യുമ്പോൾ മീൻസ് BCom ഓർ എനിത്തിങ് അവിടെ സൈക്കോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട് ചെറിയൊരു ഇതിൽ പഠിക്കാൻ, ജസ്റ്റ് സ്കോർ. അല്ലാണ്ട് അതിനകത്തൊരു കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നില്ല. അല്ലെങ്കിൽ ഈ ഡീപ്പ് സൈക്കോളജീനെ പഠിക്കാൻ വേറെ കാര്യങ്ങൾ ചെയ്യണം. BA എടുത്ത് പിന്നെ സൈക്കോളജിയിലുള്ള വേറെ കോഴ്സുകൾ ചെയ്യണം. പക്ഷെങ്കിൽ ഇവിടെ CA ഫൈനൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ദാറ്റ്. ബിക്കോസ് അപ്പോൾ സൈക്കോളജി പരമായിട്ട് CA എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമുക്കൊരു ഇത്. അല്ല, ലൈക്ക് CA ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി സൈക്കോളജി ഇഫ് യു വോണ്ട് ടു ടച്ച് അപ്പോൺ സം ക്ലയൻറ്റ്, അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരു ആസ് എ സർവീസ് യു വോണ്ട് ടു ഡു സംതിങ്. സോ ദിസ് സൈക്കോളജി കൈൻഡ് ഓഫ് സെൽഫ് അവയർനെസ് വിൽ ഹെൽപ്പ് യു. ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം സർവീസ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ബിസിനസ് ഏരിയയിൽ പ്രസൻറ്റ് ആവേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ടു ബി എ ലീഡർ, ഹൗ യു ഹാവ് ടു ബി ഗ്രൂംഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയുണ്ട്. സോ അതിനുള്ള ഓരോ ഏരിയാസ് ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്ത് വരിക. എൻ്റർപ്രനർഷിപ്പ് എങ്ങനെയാണ് ചെയ്യുക, ഓക്കെ. ഫിലോസഫിയിലും കാര്യങ്ങളുണ്ട്. ഫിലോസഫി പരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള എൻ്റെ അറിവില്ല. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് ഓൾ ഓപ്പൺഡ് നൗ. അപ്പോൾ ഇത്രയെല്ലാം വലിയ ഓപ്ഷൻസ് ആണ് ഇവിടെ, ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഓപ്ഷനാണ് സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളിൽ ഇവിടെ വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അഡ്മിഷൻ ആൻഡ് എക്സാമിനേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് CA ഫൗണ്ടേഷനിൽ എടുക്കാം. CA ഫൗണ്ടേഷൻ്റെ സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. 10 കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാം. പിന്നെ 12th സ്റ്റാൻഡേർഡ് കവർ കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ സിറ്റ് ഫോർ CA ഫൗണ്ടേഷൻ. അപ്പോൾ 10 കഴിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്? 10 കഴിഞ്ഞ് ഉടനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 12th കഴിഞ്ഞിട്ടുള്ളത് 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സിറ്റ് ഫോർ ദി CA ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ്. സോ നൗ ചേഞ്ച് ഇസ് സ്റ്റിൽ വാലിഡ്. അപ്പം നൗ ചേഞ്ച് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിഡേഷൻ പീരിയഡ്. വാലിഡേഷൻ മീൻസ് നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വാലിഡേഷൻ ഒരിക്കലും ഉണ്ടാകാറുന്നില്ല. അങ്ങനെ ഒരു വാലിഡേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. So validation period is like CA foundation registration would be valid for 4 years from the date of registration. അതിന് പിന്നെ റീവാലിഡേഷൻ ഇല്ല. ദാറ്റ് മീൻസ് അതിന് വീണ്ടും പോയിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് റീവാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം അതെന്താണ് അങ്ങനെയുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള കാര്യം. ദാറ്റ് മീൻസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്ലിയർ യുവർ CA ഫൗണ്ടേഷൻ ദെൻ ഫോർ CA കോഴ്സ് ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ വഴി എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അത് 4 കൊല്ലത്തുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ ഇട്ടു ടോപ്പിൽ തന്നെ. 4 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദെൻ യു ഹാവ് ടു ടേക്ക് എ ഡയറക്റ്റ് എൻട്രി റൂട്ട്. ദ നെക്സ്റ്റ് ട്രൈ ഇസ് യുവർ ഡയറക്റ്റ് എൻട്രി റൂട്ട്. ഡയറക്റ്റ്ലി CA ഇൻ്റർമീഡിയറ്റിലേക്ക് പോകുന്ന എൻട്രിയിലോട്ട് ആയിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്തരം ഉള്ള കാര്യങ്ങൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, so if you are a candidate, you are not able to clear CA foundation within 3 years, then you can opt for an alternative, that is direct entry route to CA intermediate. Now along with cut off dateലും ചില മാറ്റങ്ങൾ വന്നിട്ടുള്ള ലൈക്ക് 1st Jan 1st July ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ICI is now thinking of conducting exams thrice in a year, maybe thrice in a year. അപ്പോൾ 1st Januaryയും 1st July ഉള്ള കണ്ടീഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ സ്റ്റഡി പീരീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8 മാസം ഫോർ ബോത്ത് CA ഫൗണ്ടേഷനും ഡയറക്റ്റ് എൻട്രി റൂട്ടിനെ പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. 8 മാസം കൊണ്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഡയറക്റ്റ്ലി പ്രസൻറ്റ് ചെയ്യണം. നമുക്ക് എക്സാമിനേഷനിലേക്ക് ഇരിക്കാം. ദാറ്റ് മീൻസ് വെൻ യു ഡു രജിസ്ട്രേഷൻ ഫോർ എ CA ഇൻ്റർമീഡിയറ്റ് ദർ ഇസ് എ ഗ്യാപ്പ് ഓഫ് 8 months. ഈ 8 monthsൻ്റെ ഗ്യാപ്പ് ഉണ്ട് എക്സാമിനേഷൻ വരുന്നതിന് മുന്നേ. ആ ഗ്യാപ്പ് നിങ്ങൾ സ്റ്റഡി പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ട് എക്സാം കൊടുക്കുക. ഇതിന് മുന്നേ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 9 monthsൻ്റെ ആർട്ടിക്കൽഷിപ്പ് പീരീഡ് ആയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് CA ഇൻ്റർമീഡിയറ്റ് എക്സാമിലേക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനെ മാറ്റി 8 മാസത്തെ സ്റ്റഡി പീരീഡ് ആയിരുന്നു. ജസ്റ്റ് ഞാനൊരു പ്രസൻറ്റേഷൻ താഴെ ഇട്ടിട്ടുണ്ട്. പ്രപ്പോസ്ഡും എക്സിസ്റ്റിംഗ് സ്റ്റഡി 8 monthsൻ്റെ സ്റ്റഡി പീരീഡാണ്. CA ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ പോകുമ്പോൾ 9 monthsൻ്റെ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ അതിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ്ലി 8 months സ്റ്റഡി പീരീഡ്, ദെൻ യു ക്യാൻ ഗോ ഫോർ എക്സാമിനേഷൻ. സോ വാലിഡിറ്റി പീരീഡ് ആണ് ഇനി അടുത്ത ഡിസ്കഷൻ. CA ഇൻ്റർമീഡിയറ്റ്
ചെയ്ത് കഴിഞ്ഞാൽ 5 ഇയേഴ്സിൻ്റെ സി എ ഇൻ്റർമീഡിയറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത്. സോ യു ക്യാൻ റീവാലിഡേറ്റ്. നിങ്ങൾക്ക് ഇവിടെ റീവാലിഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് 5 ഇയേഴ്സ് കൊണ്ട് ക്ലിയർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് അതിനെ റീവാലിഡേറ്റ് ചെയ്യാം. ഒരു പെർമനൻറ്റ് ഫീ ഒരു പ്രാവശ്യം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലിഡേറ്റ് ചെയ്യും. ICA കുറച്ച് പണം ഉണ്ടാക്കാനുള്ള ഒരു ഇതിൽ കൊണ്ട് തന്നെയാണ്. പക്ഷെങ്കിൽ സ്റ്റിൽ ദർ ഇസ് എ ഫിൽട്ടറിങ്. യു ഹാവ് എ പീരിയഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു വാലിഡേഷൻ പീരിയഡ് ഇത്രയായിരിക്കും, 5 പീരിയഡ്. So CA intermediate registration would be valid for 5 years. With prescribed key, you can just you can revalidate it in case you are not clear. നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് CA ഫൈനലിനെ കുറിച്ചാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ക്രൈറ്റീരിയ ഒക്കെ സെയിം തന്നെയായിരുന്നു, CA ഇൻ്റർമീഡിയറ്റിനെ പോലെ തന്നെ സെയിം. പക്ഷേങ്കിൽ ഇവിടെ ITISS, ദാറ്റ് മീൻസ് അഡ്വാൻസ് ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ, ഒരു പ്രാക്ടിക്കൽ, ഒരു IT പരമായിട്ടുള്ള ഒരു ട്രെയിനിങ്, അത് ഇവിടെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് CA ഫൈനലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ITSSും ക്ലിയർ ചെയ്യണം, CA ഇൻ്റർമീഡിയറ്റും ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് CA ഫൈനലിലേക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇനി വാലിഡിറ്റി ഫോർ CA ഫൈനൽ എത്രയാണ്? 10 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. ആൻഡ് റീവാലിഡേഷനും പോസിബിൾ ആണ്. 10 വർഷത്തിന് ശേഷം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീവാലിഡേറ്റ് ചെയ്യാം വിത്ത് പെർമിറ്റഡ് ഫീ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കേസ് ഫോർ CA ഫൈനൽ. Now the criteria for CA final has changed for articleship. Okay, ആദ്യം 3 years, that is 2.5 ഇയേഴ്സിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. 6 മന്ത്സിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ കൈൻഡ് ഓഫ് ട്രെയിനിങ്, ദാറ്റ് മീൻസ് IT കോഴ്സസിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആയിരുന്നു. നൗ ദിസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഈസ് നൗ ചേഞ്ച് ടു 2 years. Yes, 2 years. Now after completing 2 years practical training, അത് കഴിഞ്ഞിട്ട് 6 months കംപ്ലീഷൻ, 6 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 6 months മീൻസ് വേറെ ഒന്നും ചെയ്യണ്ട, 6 monthsൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. അതിനുശേഷം CA ഫൈനൽ എക്സാമിനേഷനിലേക്ക് ഇരിക്കുക. ഓക്കെ, സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 2 years പ്രാക്ടിക്കൽ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് 6 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സിറ്റ് ഫോർ CA ഫൈനൽ എക്സാമിനേഷൻ. അതിനു മുന്നേ നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ചെയ്യേണ്ടത്? CA ഇൻ്റർമീഡിയറ്റും CA ഫൈനലിൻ്റെ ഇടയിൽ ആ സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പ്രപ്പോസൽ മനസ്സിലായല്ലോ. പ്രപ്പോസൽ എക്സിസ്റ്റിംഗ് എന്തായിരുന്നു? അഡ്വാൻസ് ട്രെയിനിങ്ങും അഡ്വാൻസ് ITSS ഇതൊക്കെയാണ്. പിന്നെ 2.5 ഇയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നിലവിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ITSSും പിന്നെ 2.5 ഇയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് എക്സിസ്റ്റിംഗിലാണ്. പ്രപ്പോസലിലേക്ക് വന്നപ്പം നിങ്ങൾക്ക് ITSS എന്തായാലും ചെയ്യണം, പിന്നെ 6 monthsൻ്റെ കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ആ 6 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിനേഷനിലേക്ക് ഇരിക്കാം. ഓക്കെ, അപ്പം ആർട്ടിക്കിൾഷിപ്പ് ചെയ്തതിന് ശേഷമാണ് ക്വാളിഫൈ ദിസ് 4 papers ഓഫ് സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ, അതും കംപ്ലീറ്റ് ചെയ്യണം. സോ ഇൻ എ നട്ട്ഷെൽ നമുക്ക് 2 ഇയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ മീൻസ് എന്താ പറയുക, പഠിക്കാനുള്ളൊരു സമയം തന്നെയുണ്ട് 6 monthsൻ്റെ. അതിൻ്റെ ഗ്യാപ്പിന് ശേഷം എക്സാമിനേഷൻ ഇരിക്കേണ്ടു എന്നുള്ള ഒരു കണ്ടീഷൻ അവർ ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ വ്യത്യാസം, ഡിഫറൻസ് ഇസ് 3 years ട്രെയിനിങ് ആയിരുന്നു ഏർലിയർ, നൗ ഇറ്റ് ഈസ് 2 years. 2 years, അതിനുശേഷം 6 monthsൻ്റെ പീരീഡ് ജസ്റ്റ് ഫോർ സ്റ്റഡിങ് ഓഫ് CA ഫൈനൽ. ആദ്യം 3 ഇയറിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് മീൻസ് ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അതിന് നടുക്കായിരിക്കും എക്സാമിനേഷൻ വരിക. അത് ഒരിക്കലും നമ്മളത് ഡിറ്റർമൈൻ ചെയ്യില്ല. നടുക്കായിരിക്കും എക്സാമിനേഷൻ വരിക. അതിന് വേണ്ടിയിട്ടുള്ള ലീവിന് അടി കൂടണം പ്രിൻസിപ്പൽ, മീൻസ് ഇയർ ബോസുമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുകയും വേണം. സ്റ്റഡി പീരീഡ് എന്ന് പറഞ്ഞ ഒരു പീരീഡും ഉണ്ടാവില്ല. എല്ലാം ഒരുമിച്ചായിരുന്നു. ഭയങ്കര ക്യായോട്ടിക് ആയിരുന്നു അത്. ഇപ്പം അതിനെ മാറ്റി 2 ഇയേഴ്സിൻ്റെ ട്രെയിനിങ് മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 6 monthsൻ്റെ ഗ്യാപ്പ്, അതൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷന് പഠിക്കാൻ വേണ്ടി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ നമ്പർ ഓഫ് എക്സാംസ് ഇൻ CA ഫൈനലിലെ അത് സെയിം തന്നെയായിരിക്കും. മേ ബി ഇറ്റ് ക്യാൻ ബി ഫോർ 3 times in a year. CA ഫൈനൽ എക്സാം 3 times in a year അവർ കണ്ടക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഐ സെഡ് ഏർലിയർ, മേ ബി ഡ്യൂ ടു കോവിഡ് സിറ്റുവേഷൻസ്, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന കാരണമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കാരണം. സോ ഇറ്റ്സ് എ പ്രപ്പോസൽ. ലെറ്റ്സ് സീ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മാനർ ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിനെ കുറിച്ച് എന്താണ് വലിയൊരു ചർച്ച വന്നിട്ടുള്ളത്. ഇതൊരു വലിയ ചേഞ്ചാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. CA ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് MCQയും ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് 25% ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ആദ്യമേ ഉണ്ടായിരുന്നു. CA ഫൗണ്ടേഷൻ ലെവലിൽ 25% നെഗറ്റീവ് മാർക്കിംഗ് മീൻസ് നമ്മൾ ആൻസർ ചെയ്ത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 25% മാർക്ക് ഡിറ്റക്റ്റ് ആവുമായിരുന്നു. പക്ഷേങ്കിൽ ഈ ചേഞ്ച് ഇപ്പം
CA Intermediate and CA ഫൈനലിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് നെഗറ്റീവ് മാർക്കിംഗ്, ബട്ട് എസ്പെഷ്യലി ഓൺ വാട്ട് MCQ ബേസ്ഡ് കാര്യത്തിൽ. ലൈക്ക് ഫ്യൂ സബ്ജക്റ്റ് MCQ വുഡ് ബി ആപ്ലിക്കബിൾ, ലൈക്ക് തിയറി സബ്ജക്റ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റി എല്ലാത്തിനും MCQയും അതേപോലെ 70% ഡിസ്ക്രിപ്റ്റീവ് ആക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത് CA Intermediate-ഉം CA ഫൈനലിലും. സോ along with that there will be earlier 25% ഡിഡക്ഷൻ ഉണ്ടായിരുന്നു മാർക്സിനകത്ത് ഇഫ് ദർ ഇസ് എ റോങ് ആൻസർ ടു MCQ. സോ നെഗറ്റീവ് മാർക്കിംഗ് ഇപ്പം CA ഇൻ്ററിലും ആസ് വെൽ ആസ് CA ഫൈനലിലും ആപ്ലിക്കബിൾ ആവുന്നു. സോ ദിസ് ഇസ് now the negative marking in CA foundation is in short has been also been brought into CA Intermediate as well as CA final for the MCQ part B. So now the passing criteria and exemption like നമുക്ക് നോക്കാം, നമുക്ക് അതിനടുത്തേക്ക് ഡിസ്കസ് ചെയ്യാം. CA ഫൗണ്ടേഷൻ 40% മാർക്സ് ആണ്, നമുക്ക് 40 മാർക്സ് ആണ് വേണ്ടത് ഇൻഡിവിജ്വലി നമുക്ക് ക്ലിയർ ചെയ്യാൻ. 50% നമുക്ക് അഗ്രിഗേറ്റിലും വേണം. ഈ കണ്ടീഷൻ നമുക്കറിയാമല്ലോ. ഇപ്പം CA ഫൗണ്ടേഷനിൽ അതിനൊരു മാറ്റം വന്നു. 50% ഇൻഡിവിജ്വൽ സബ്ജക്ട്സും കൊണ്ടുവരണം, 50% അഗ്രിഗേറ്റിലും കൊണ്ടുവരണം. ശരിക്കുള്ള ഫിൽട്ടർ നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണൽ നേരെ ഇപ്പം പിരാമിഡ് ഷേപ്പിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. പിരാമിഡ് എന്ന് മനസ്സിലാവുന്നുണ്ടോ? പിരാമിഡ് ഷേപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിനകത്ത് വളരെ ഇതായിട്ട് എന്താ പറയുക, വളരെ ചെറുതാക്കിയിട്ടും താഴെ ട്രയാങ്കിൾ മീൻസ് ബ്രോഡായിട്ടും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ ലെവലിൽ കയറുമ്പോൾ തന്നെ ഫിൽട്ടർ അപ്ലൈ ചെയ്തിട്ടാണുള്ളത് CA ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ തന്നെ പറ്റുന്ന ആൾക്കാർ മാത്രം കയറുമെന്നുള്ള പോലെയുള്ള ഒരു ഫിൽട്ടറായി അവിടെ വരുന്നത്. CA ഫൈനൽ ആൻഡ് CA ഇൻ്റർ ഇതേപോലെ തന്നെ 40%ഉം 50% അഗ്രിഗേറ്റ് ആണുള്ളത്. പക്ഷേ CA ഫൗണ്ടേഷനിൽ ഒരു ബിഗ് ചേഞ്ച് ആണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കണ്ടീഷൻ ഇപ്പം എന്താ പറയുക, ഇതിനകത്ത് CA ഇൻ്ററിലും CA ഫൈനലിലും ഇല്ല, അതേ സെയിം തന്നെയാണ് ഉള്ളത്. 40% ഇൻഡിവിജ്വൽ മാർക്സും ആൻഡ് 50% അഗ്രിഗേറ്റുമാണ് കൊണ്ടുവരുന്നത്. പക്ഷേങ്കിൽ പുതിയ ചേഞ്ചിൽ സെൽഫ് പേസ് ഓൺലൈൻ മൊഡ്യൂൾ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ 50% മാർക്സ് ഈസ് റിക്വയർഡ് ടു ക്ലിയർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് അഗ്രിഗേറ്റ്. ഇത് രണ്ടിനും സെയിം തന്നെയാണ്. എക്സംഷൻ ക്രൈറ്റീരിയ, നിങ്ങൾ 60 മാർക്സ് ഏതെങ്കിലും ഒരു പേപ്പറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പേപ്പർ എക്സംപ്റ്റ് ആവുകയാണ് ചെയ്യാറ്. സോ അതിപ്പോഴും സെയിം തന്നെയാണ്. അപ്പം ചേഞ്ച് എന്താണ് വന്നിട്ടുള്ളത്? 60 മാർക്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് യൂസ് ടു റിമെയിൻ ഫോർ 3 attempts. പിന്നീട് അത് ലാപ്സ് ആവുക ചെയ്യുക. 3 attemptsന് ശേഷം ലാപ്സ് ആവും. ദാറ്റ് മീൻസ് ഇഫ് യു ഹവ് നോട്ട് ക്ലിയർഡ് ദാറ്റ് ഗ്രൂപ്പ് ഇൻ 3 attempts ഇറ്റ് യൂസ് ടു ബി ഗെറ്റ് ലാപ്സ്ഡ്. ദെൻ യു ഹാവ് ടു ഗിവ് ഓൾ ദ പേപ്പേഴ്സ് അഗെയിൻ. ഇപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 3 attemptsന് ശേഷം നിങ്ങളെ എക്സംഷൻ ലാപ്സ് ആവില്ല. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് പാസ്ഡ്. ആ പേപ്പർ നിങ്ങൾ ക്ലിയർ ആയി എന്നുള്ളത് അവർ പാസ് ചെയ്തതായി ട്രീറ്റ് ചെയ്യും പെർമനൻ്റ്ലി. പക്ഷേങ്കിൽ റെസ്റ്റ് ഓഫ് ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലെ റെസ്റ്റ് പേപ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് 50 മാർക്സ് വെച്ചിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഇതാണ് പുതിയ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും ആണ് ശരിക്കും ഇത്. ബിക്കോസ് എക്സംഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ്ലി ആവില്ല, അത് 3 attemptsന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇനിയിപ്പം അത് പെർമനൻ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള പേപ്പേഴ്സിൽ നിങ്ങൾക്ക് 50 മാർക്സ് കൊണ്ടുവരണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നല്ലോ. യു ജസ്റ്റ് ക്യാൻ ബ്രിങ് 41, അത് മാത്രമേ ആണെങ്കിലും ഓക്കെ. പക്ഷേങ്കിൽ യു ക്യാൻ സറണ്ടർ യുവർ എക്സംഷൻ. അതും ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം എക്സംഷൻ. ആൻഡ് ദെൻ യു ടേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ യു ക്യാൻ ബ്രിങ് 50 മാർക്സിൻ്റെ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നോർമലി 60 മാർക്സ് ആൻഡ് എനിത്തിങ് യു ക്യാൻ ബ്രിങ് ആൻഡ് ദെൻ യു ക്യാൻ ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് സറണ്ടർ, ബെനിഫിറ്റ് ഓഫ് യുവർ സെറ്റിംഗ് ഓഫ്. അതെന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതാണ് പുതിയ എക്സംഷൻ ക്രൈറ്റീരിയയിലുള്ള വലിയ ചേഞ്ച്. Now there is a big change on practical training. പുതിയ കോഴ്സ്, ദാറ്റ് ഈസ് ആർട്ടിക്കിൾഷിപ്പ്. ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് CA ഇൻ്റർമീഡിയറ്റിൻ്റെ 2 ഗ്രൂപ്പും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. ആദ്യം എന്തായിരുന്നു? ഏർലിയർ വാട്ട് യൂസ് ടു ഹാപ്പൻ വെൻ യു ഹാവ് ക്ലിയർഡ് എനി വൺ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് CA ഇൻ്റർമീഡിയറ്റ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആർട്ടിക്കിൾഷിപ്പ്. ഇപ്പം നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യം വീഡിയോ എടുക്കാനുള്ള ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ഉണ്ടാക്കിയത്.
ലൈക്ക് ആർട്ടിക്കിൾ 2 ഗ്രൂപ്പ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഇത് നീണ്ടു നിൽക്കുന്നുള്ള ഒരു ഇതായിരുന്നു. അതാണ് ഇവിടെ സെക്കൻഡ് ഞാൻ ഇതിന് ശേഷം പറയാൻ പോകുന്നത്, ലൈക്ക് ഡ്യൂറേഷൻ. മാസീവ് ചേഞ്ച് ആണ് ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 2 years. എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതും നിങ്ങൾ ഓർക്കണം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡ്രീം ഫോർ എവറി CA സ്റ്റുഡൻറ്റ് ടു റെഡ്യൂസ് ദി CA ആർട്ടിക്കിൾഷിപ്പ്. ദിസ് സ്കീം ഈസ് റെഡ്യൂസിങ് ദി CA ആർട്ടിക്കിൾഷിപ്പ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്സ് ദാറ്റ് 2 years നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിൽ മാത്രം, ദാറ്റ് മീൻസ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്, പോയിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ജോലി ചെയ്ത് പഠിക്കുന്ന പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ മാത്രം നിങ്ങൾ സമയം കൊടുക്കുക. അതിനുശേഷം ഒരു എക്സാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പീരീഡ് തരും. അതിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം യു ക്യാൻ ഗോ ആൻഡ് ഗിവ് യുവർ എക്സാമിനേഷൻ. അപ്പോൾ പണ്ട് ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് ലീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവായിട്ട് എവിടെയും കാണിക്കാറില്ല. ലീവ് എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ 3 yearsൻ്റെ ആർട്ടിക്കിൾഷിപ്പിലെ 1/7 ഓഫ് ദ ടോട്ടൽ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ആയിരുന്നു ലീവായിട്ട് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് നിങ്ങൾ സ്റ്റഡി ലീവും നിങ്ങൾ മറ്റേ എന്തെങ്കിലും ഒരു ലീവ് എടുക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ പെടുമായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറ്റി. ഇപ്പം എന്താണ്, 2 years ഓഫ് ആർട്ടിക്കിൾഷിപ്പ് പീരീഡ്. അതിനകത്ത് നിങ്ങൾക്ക് ലീവ് അലോട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് 12 leaves. ദാറ്റ് മീൻസ് 1 year 12 leaves, 2 years 24 leaves മാത്രമാണ്. ഇത്ര മാത്രമേ ലീവ് ഉള്ളൂ. അപ്പോൾ ഈ ലീവ് പഠിക്കാൻ വേണ്ടിയുള്ള ലീവ് അത് വേറെ തന്നെ ഉണ്ട്. ദാറ്റ് മീൻസ് 6 months നിങ്ങൾക്ക് ഡയറക്റ്റ് വേറെ തന്നെ ലീവ് പഠിക്കാനുള്ളത് ഉണ്ട്. Okay, that is separate, but 2 years you are allotting completely for this one. Okay, your stipend is 100% increase now. stipendനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% ഇൻക്രീസ് ചെയ്തു. വലിയ കാര്യമൊന്നുമില്ല. പണ്ടുള്ള 1000 രൂപ ഒരു 100% കൂടി കഴിഞ്ഞാൽ 2000 എത്തും. അവർ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. ഞാനിവിടെ കൂടുതൽ ആ സ്റ്റൈപ്പൻഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ 100% ആയിട്ട് സ്റ്റൈപ്പൻഡ് കൂടിയിട്ടുണ്ട്. സോ സ്റ്റിൽ ഇറ്റ് ഈസ് മീഗർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും പഴയ ഇതിൽ തന്നെയാണ്. പക്ഷേങ്കിൽ എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഈ സ്റ്റൈപ്പൻഡിൻ്റെ ഒരു 100% ഇൻക്രീസ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള എന്തായിരുന്നു ആർട്ടിക്കിൾ സ്റ്റൈപ്പൻഡ് ഉണ്ടായത്, അതിനകത്ത് നിന്ന് ഒരു 100% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം. നൗ ഇൻ പ്രാക്ടിക്കൽ ട്രെയിനിങ്, പ്രാക്ടിക്കൽ നമ്മൾ ആർട്ടിക്കിൾഷിപ്പിനകത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് മീൻസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ചെയ്യാം. അപ്പം ആദ്യം അത് ഒരു 3 yearsൻ്റെ ആർട്ടിക്കിൾഷിപ്പിൽ 1.5 years നിങ്ങൾക്ക് എലിജിബിൾ ആയിരുന്നു ആർട്ടിക്കിൾഷിപ്പ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ട് സെലക്ട് ചെയ്യാൻ. പക്ഷേങ്കിൽ ഇപ്പം 2 yearsൻ്റെ ആയ കാരണം 1 years ഓഫ് ആർട്ടിക്കിൾഷിപ്പാണ് എലിജിബിൾ ആവുന്നത്. ദാറ്റ് മീൻസ് ആർട്ടിക്കിൾഷിപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ 9 to 12 months നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് CA കോഴ്സിനകത്ത്. അപ്പോൾ അതാണ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഒരു ഇത്. അപ്പോൾ എക്സാമിനേക്കുള്ള ലീവിനെ പറ്റിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 2 yearsൻ്റെ കംപ്ലീറ്റ്ലി ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പീരീഡ് ലൈക്ക് 6 monthsൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ എക്സാമിനേഷൻ ഇരിക്കേണ്ടത്. അപ്പോൾ ആ 6 months കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദി ബിഗ് ചേഞ്ച്. പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് ലൈക്ക് ITSS ആൻഡ് യുവർ IT കോഴ്സസ്, അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ ആദ്യം എന്താണ് ഉണ്ടായിരുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എക്സിറ്റിനെ കുറിച്ചാണ്. ഇതൊരു വലിയൊരു ആശ്വാസം ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് ആദ്യം എന്തായിരുന്നു സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ CA ഇന്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പും കഴിഞ്ഞു, അഡ്വാൻസ് IT ട്രെയിനിങ്ങും കഴിഞ്ഞു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ നിങ്ങൾ CA ഫൈനൽ മാത്രം ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും സ്റ്റക്കായിരുന്നു. സ്റ്റക്കായെന്ന് പറഞ്ഞാൽ ഇപ്പം CA ഇതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അങ്ങനെയുള്ളൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിഗ്രി ചെയ്തു തുടങ്ങി 2 വർഷമായി, 3 വർഷത്തിനകത്തേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം, 3ാമത്തെ വർഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് ക്ലിയർ, യു ആർ ഗെറ്റിംഗ് സ്റ്റക്ക്. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. നിങ്ങൾ 2 കൊല്ലം അതിനകത്ത് ഇട്ടു, എത്രയോ കൊല്ലം ഇട്ടു. ഇപ്പോൾ CA ഫൈനലിലും ഇതിനകത്ത് വരുമ്പോൾ എത്രയോ കൊല്ലം നിങ്ങൾ ഇടുന്നുണ്ട്. പക്ഷേ അതിനെ നടക്കുന്ന ഒരു യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാണ്ട് പുറത്ത് വരുമ്പം എങ്ങനെയാണ്? യു ആർ നൈദർ എ CA, നൈദർ യു ഹാവ് എനി ഡിഗ്രി ഓർ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം ഒരു സ്റ്റക്ക് ചെയ്തൊരു കാര്യമാണ്. ബട്ട് നൗ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്ലിയർ യുവർ CA ഫൈനൽ ആൻഡ് ഇഫ് യു ആർ this is complete, your final things like CA intermediate and practical training, advanced ITSS, ഈ സെൽഫ് പേസ് മോഡ്യൂൾ ഒക്കെ കഴിഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ CA ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, സോ ഇൻ ദാറ്റ് കേസ് CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്തൊരു വ്യക്തിക്ക് ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ് എന്നുള്ളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവാർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ സിമ്പിളാണ്.
നിങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് യുവർ CA ഫൈനൽ. ദാറ്റ് മീൻസ് യുവർ CA രണ്ട് ലെവലും നിങ്ങൾ ക്ലിയർ ചെയ്തു. പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു, സോഫ്റ്റ് സ്കിൽസ് കഴിഞ്ഞു, പിന്നെ 4 സെൽഫ് ബേസ്ഡ് ലേണിംഗ് മോഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ അവാർഡഡ് ദി ബിസിനസ് അക്കൗണ്ടിങ് അസോസിയേറ്റ് BAA എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഇതിനു മുന്നേ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു, ലൈക്ക് യുനോ ഒരു അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞതൊരു ഉണ്ടായിരുന്നു. പക്ഷെ അതത്ര പോപ്പുലർ ഒന്നും ആയിരുന്നില്ല. പക്ഷേ എങ്കിൽ BAA എന്നുള്ള കാര്യം വളരെ പോപ്പുലറൈസ് ചെയ്യാനാണ്. ബിക്കോസ് ജോബ് ഇൻഡസ്ട്രിയിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോബ് എന്തായാലും കിട്ടുന്നതാണ്. സോ യു വോണ്ട് ബി സ്റ്റക്ക് ബിക്കോസ് എക്സാം ഈസ് നോട്ട് ഗെറ്റിംഗ് ക്ലിയർ, സോ യു ഡിൻ ബിക്കം എ CA. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ജോബ് കിട്ടാത്ത ഒരു അവസരം, മീൻസ് അവസരമല്ല, ജോബ് കിട്ടാതിരിക്കുന്നുള്ള ഒരു കാര്യം കുറെ കൂടി ഉണ്ടായിരുന്നു ഈ CA ഫൈനൽ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ. നൗ ടു റിസോൾവ് ദാറ്റ് ദേ ഹാവ് ബോട്ടൺ ദിസ് ഡിഗ്രി ആൻഡ് you will have this BA certificate by which you can obtain job in the industry. So this is the best thing that has brought in here. അപ്പം ആദ്യം പറഞ്ഞ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കോഴ്സ് അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇത് കുറച്ചുകൂടിയും എഫക്റ്റീവ് ആണ്. ആൻഡ് it will help many people who have cleared everything except of CA final to fetch jobs outside in the industry. അടുത്തത് മെമ്പേഴ്സിനുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന മെമ്പേഴ്സിനുള്ളത്. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിന് ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് മീൻസ് നമ്മൾ എക്സാം CA ഫൈനൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ യു വിൽ ബി എലിജിബിൾ ഫോർ ബിക്കമിങ് എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസിന് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് COPക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ COP കിട്ടി, നിങ്ങൾക്ക് പ്രാക്ടീസ് ഇൻഡിവിജ്വലി തുടങ്ങും. പക്ഷേ എങ്കിൽ ഇവരിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ക്ലിയറിങ് യുവർ CA ഫൈനൽ ദെൻ യു ഹാവ് ടു ഡു 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ. നമ്മൾ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ്ങിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ CA ഒരു മെമ്പർ, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെമ്പറിൻ്റെ അണ്ടറിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ then only you can apply for COP and practice. So earlier after becoming a member you can directly take the COP and start practicing. Now it will not be like that. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, ദാറ്റ് മീൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ CA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു വർഷം ഒരു CA മെമ്പറിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യണം. അത് റിക്വയറാണ്. ആൻഡ് ദെൻ യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ്. ദിസ് ചേഞ്ച് ഈസ് ഫോർ ഓൾ ദോസ് മെമ്പേഴ്സ്. Now this new change is better than the earlier one. അങ്ങനെ ഈസിലി പറയാൻ പറ്റില്ല. ചില മൈനസ് ഉണ്ട്, ചില പ്ലസസ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ CA ഇപ്പം ഇതിൻ്റെ ഡ്യൂറേഷൻ still around 4 to 5 years in the duration തന്നെയാണ്. It will not extend. Okay, just clarifying for my part. And it will continue with the best approach. You can continue with the best approach you can have. That means നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രി ഈ ഫസ്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഇത് കയറാവുന്നതാണ്. So if you have any suggestion then you can give in the description box ഞാൻ link ഇട്ടിട്ടുണ്ട് that you can give your suggestion to the institute regarding this course. So I think you have liked this video and this is useful and helpful for resolving many doubts, and I believe that it would have cleared. So yes guys, this video has been a bit long, but motive was to clearly to explain the thing in detail. So please share if you have liked this video with your friends and family. So this is Amit signing off and see you on the next video. Until then, stay healthy, stay motivated and stay connected. Thanks for watching this video.